ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ക്ലാസ് 12ലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫോർമേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന സെക്ഷനാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഫോം ചെയ്യുക. അപ്പോൾ അതിന് രണ്ട് കണ്ടീഷൻസ് നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? നമുക്ക് ഒരു ഇക്വേഷനോ അല്ലെങ്കിൽ ഒരു കർവിൻ്റെ അല്ലെങ്കിൽ ഒരു ഫാമിലി ഓഫ് കർവ്സോ അല്ലെങ്കിൽ എന്താണോ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷനിൽ എത്ര ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉണ്ടെന്ന് നോക്കുക. എത്ര ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉണ്ടോ അത്രയും പ്രാവശ്യം നമുക്കതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അത് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് എന്താണ്? ആ ആർബിട്രറി കോൺസ്റ്റൻസിനെയൊക്കെ എലിമിനേറ്റ് ചെയ്ത് കിട്ടുന്ന ഫൈനൽ ആൻസർ ആയിരിക്കും നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഫോം ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദി ഫാമിലി ഓഫ് സർക്കിൾസ് വിത്ത് എ സെൻറ്റർ അറ്റ് ദി ഒറിജിൻ x square plus y square equal to a square where a is the arbitrary constant. അപ്പം ഈ തന്നിരിക്കുന്നത് x square plus y square equal to a square എന്ന് പറയുന്നത് ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇതിൽ a എന്ന് പറയുന്നതാണ് ആർബിട്രറി കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് ഒരേ ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റേ നമുക്കിവിടെ ഉള്ളൂ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരേ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ളതൊന്ന് എടുത്ത് എഴുതാം. അപ്പോൾ എന്താ വരുന്നത്? x square plus y square equal to a square. അപ്പോൾ എ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇവിടുത്തെ ആർബിട്രറി കോൺസ്റ്റൻറ്റ്. ഒരേ ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് ഒരേ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2x ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് എന്താ? dy/dx ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആകും. ഓക്കെ, ഓൾറെഡി നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കാരണം ഒരേ ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റേ ഉള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ആർബിട്രറി കോൺസ്റ്റൻറ്റിനെ അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ സിംപ്ലസ്റ്റ് ഫോം ആക്കാനായിട്ട് ഇതിനെ ത്രൂ ഔട്ട് ആയിട്ട് നമ്മളൊരു 2 വെച്ച് ഡിവൈഡ് ചെയ്യാനായിട്ട് പോവുക. അപ്പോൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമ്മൾ എന്ത് പറ്റും? 2x ഡിവൈഡഡ് ബൈ 2 പ്ലസ് 2y ഇൻറ്റു dy/dx ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 0/2 എന്ന് പറയുന്നത് 0 തന്നെ. ഓക്കെ, ഇവിടുത്തെ ഈ 2ഉം ക്യാൻസലായി പോവും. ഈ 2ഉം പോവും. ബാക്കി എന്താ ഇവിടെ ഉള്ളത്? എക്സ് പ്ലസ് വൈ ഇൻറ്റു dy/dx ഈക്വൽ ടു 0. ഇതായിരിക്കും നമ്മളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള രണ്ട് കണ്ടീഷൻസ് ഫോളോ ചെയ്താൽ മതി. ഒന്ന്, എത്ര ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉണ്ടോ അത്രയും പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ആർബിട്രറി കോൺസ്റ്റൻറ്റിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യമാണിത്. ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ ടച്ചിങ് ദ y ആക്സിസ് അറ്റ് ദി ഒറിജിൻ ഇസ് x square plus y square minus 2ax equal to 0. ഫൈൻഡ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഓൾ സച്ച് സർക്കിൾസ്. ഓക്കെ, അപ്പോൾ എന്താ? y ആക്സിസിൽ ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ആ സർക്കിൾ എന്ന് പറയുന്നത് y ആക്സിസിൽ എവിടെയാണ് ടച്ച് ചെയ്യുന്നത്? ഒറിജിനിൽ മാത്രമേ അത് ടച്ച് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഈ രീതിയിലും ചോദിക്കാം: ഫോം ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദി ഫാമിലി ഓഫ് സർക്കിൾസ് ടച്ചിങ് ദ y ആക്സിസ് അറ്റ് ദി ഒറിജിൻ. ഇത്രയും മാത്രമായിട്ട്, അതായത് ഇവിടെ തന്നിട്ടുള്ള ഈ പോർഷൻ, അതായത് ഈ ഇക്വേഷൻ തരാതെയും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഫിഗർ എങ്ങനെയായിരിക്കും വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ എക്സ് ആക്സിസും വൈ ആക്സിസും, ഓക്കെ, ഇതാണ് നമ്മുടെ വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്. അപ്പോൾ നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? വൈ ആക്സിസിൽ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിൻ. വൈ ആക്സിസിൽ ഒറിജിനിൽ മാത്രമേ ഇത് ടച്ച് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ സർക്കിൾ വരിക. ഓക്കെ, പിന്നെ സെൻറ്റർ ഈ പോർഷൻസ് ആയിട്ട് വരും. അതിൻ്റെ ഇതെന്ന് പറയുന്നത് A0 ആയിരിക്കും. ഓക്കെ, ഇതായിരിക്കും ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം സർക്കിൾസിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ ഓഫ് എ ഫാമിലി ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള സാധനമാണ്. എന്താണ്? എക്സ് മൈനസ്, അതായത് ദ ഇക്വേഷൻ ഓഫ് ഫാമിലി ഓഫ് സർക്കിൾസ് അല്ലേ? ഇക്വേഷൻ ഓഫ് ഫാമിലി ഓഫ് സർക്കിൾസ് എന്ന് പറയുന്നത്, അപ്പോൾ ഇക്വേഷൻ ഓഫ് ഫാമിലി ഓഫ് സർക്കിൾസ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ഇവിടെ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയറും വൈ മൈനസ് 0 ദ ഹോൾ സ്ക്വയറും വന്നാൽ എന്താ? നമ്മളുടെ ഒറിജിൻ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, A0 അല്ലെ? എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ്, ഇപ്പം എ ബി എന്ന ഫോർമാറ്റിലാണ് സെൻറ്റർ വന്നിരുന്നതെങ്കിൽ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ സെൻറ്റർ എന്ന് പറയുന്നത് A0 ആയിട്ട് എടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഇത് നമ്മളിങ്ങനെ എടുത്തത്. എന്താ? എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. അപ്പോൾ ഇതിൽ ഈ എ എന്ന് പറയുന്നതാണ് നമ്മുടെ ആർബിട്രറി കോൺസ്റ്റൻറ്റ്, വേർ എ ഇസ് ദ ആർബിട്രറി കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്കിവിടെ ഒരേ ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് ഒരേ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ അതിന് മുന്നേയായിട്ട് ഇതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്തൊരു സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് നമുക്ക് ഇതിനെ ഒന്ന് കൊണ്ടുവരാം.
ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് സീറോ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയറിനെ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് സീറോ ദ ഹോൾ സ്ക്വയറിന് എനിക്ക് വൈ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. വൈ മൈനസ് സീറോ എന്ന് പറയുന്നത് വൈ തന്നെ. അപ്പോൾ വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നാകും. ഇനി ഇതേ ഈ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതിന് ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പോവുക. അപ്പം എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, അപ്പോൾ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന ഫോർമാറ്റിൽ നമുക്ക് ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് 2ax പ്ലസ് എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? എ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഈ ഈക്വലിൻ്റെ ഇപ്പുറമുള്ള എ സ്ക്വയറും അപ്പുറത്തുള്ള എ സ്ക്വയറും വെട്ടിപ്പോകും. ബാക്കി എന്തുണ്ട്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2ax ഈക്വൽ ടു 0 എന്ന് വന്നു. കണ്ടോ, നമ്മുടെ ക്വസ്റ്റ്യനിലെ തുടക്കത്തിൽ ഡയറക്റ്റ് തന്ന സാധനമാണ് നമ്മളിപ്പം ചെയ്ത് കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇതാണ് 2 രീതിയിൽ ആ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഓക്കെ, അപ്പം ഇങ്ങനെ ഡയറക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് മുതൽ നമ്മൾ ചെയ്താൽ മതി. ഇനി ഇങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ തുടക്കം മുതൽ തന്നെ ഇത് മുതൽ തന്നെ അത് ചെയ്ത് എടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരേ ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റ് എ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് എന്താ? dy ബൈ dx മൈനസ് 2axൽ 2a എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 2a ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എന്ത് വന്നു? 2x പ്ലസ് 2y ഇൻറ്റു dy ബൈ dx ഈക്വൽ ടു ഈ മൈനസ് 2a അപ്പുറത്ത് പോകുമ്പോൾ എന്താകും? പ്ലസ് 2a ആയിട്ടത് മാറും. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. പിന്നെ നമ്മളിനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുവല്ല, നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ ഇതിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുവല്ല. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് ഈ ആർബിട്രറി കോൺസ്റ്റൻറ്റ് എലിമിനേറ്റ് ആവില്ല, 2a പോകുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമുക്ക് 2a എന്ന് പറഞ്ഞൊരു വാല്യൂ ഇവിടെ കിട്ടിയില്ലേ? ഈ 2a എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മളിത് ഇക്വേഷൻ നമ്പർ 1 ഈ സ്ഥാനത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോവുക. അതെ, ഈ 2യുടെ സ്ഥാനത്തേക്ക് നമ്മൾ ഈ 2യുടെ കിട്ടി ഈ വാല്യൂ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോവുക. അപ്പോൾ എന്താ? സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് 2a ഇൻ ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2ax ഈക്വൽ ടു 0. നമുക്കൊന്ന് എടുത്തെഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2ax ഈക്വൽ ടു 0. ഇനി ഈ 2യുടെ സ്ഥാനത്തേക്കാണ് ഈ വാല്യൂ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. 2x പ്ലസ് 2y ഇൻറ്റു dy ബൈ dx. അപ്പോൾ എന്തായിരിക്കും ഇത് വരുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എന്ത് വരും? 2യുടെ സ്ഥാനത്തേക്ക് 2x പ്ലസ് 2y ഇൻറ്റു dy ബൈ dx ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. നമ്മൾ ആ 2യുടെ സ്ഥാനത്തേക്ക് ആ വാല്യൂ ഇട്ട് കൊടുത്തു. ഇനി ആ ബ്രാക്കറ്റും കൂടെ ഒന്ന് അഴിച്ചാൽ മാത്രം മതി. അപ്പോൾ എന്താ വരുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x ഇൻറ്റു എക്സ് 2x സ്ക്വയർ ആകത്തില്ലേ? അപ്പോൾ ഇത് ബ്രാക്കറ്റിൽ എഴുതുവാണ്, നമുക്ക് ലാസ്റ്റ് ബ്രാക്കറ്റ് അടിക്കാം. അപ്പോൾ 2x ഇൻറ്റു എക്സ് 2x സ്ക്വയർ പ്ലസ് 2y ഇൻറ്റു dy ബൈ dx ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 2xy ഇൻറ്റു dy ബൈ dx ഈക്വൽ ടു 0. ഇനി മൈനസിന് ശേഷമുള്ള ഈ ബ്രാക്കറ്റ് അടിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെയും സൈൻ മാറും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x സ്ക്വയർ മൈനസ് 2xy ഇൻറ്റു dy ബൈ dx ഈക്വൽ ടു 0. കണ്ടോ, ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2 രീതിയിലും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ ഓർത്തോണം. ഇങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ ഡയറക്റ്റ് ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങാം. അല്ല, ഇങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ അതായത് സർക്കിൾസിൻ്റെ ഇക്വേഷൻ മുതൽ തന്നെ നമ്മളത് ചെയ്ത് തുടങ്ങേണ്ടതായിട്ട് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യമാണ് ഫോം ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദി ഫാമിലി ഓഫ് സർക്കിൾസ് ടച്ചിങ് ദ എക്സ് ആക്സിസ് അറ്റ് ദി ഒറിജിൻ. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിൻ്റെ നേരത്തെ വൈ ആക്സിസ് ആയിരുന്നെങ്കിൽ ഇവിടെ എക്സ് ആക്സിസ് സെയിം പ്രോബ്ലം തന്നെയാണ്. നമ്മുടെ ആക്സിസ് ഇവിടെ മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫിഗർ എങ്ങനെ ആയിരിക്കും വരുന്നത്? നമുക്കതൊന്ന് വരച്ച് നോക്കാം. ഇപ്പോൾ എക്സ് ആക്സിസിൽ ഒറിജിനിൽ ടച്ച് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോഴത്തേക്കും ഇങ്ങനെയായിരിക്കും അത് വരുന്നത്. കണ്ടോ, ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അതിൻ്റെ സെൻറ്റർ ഇവിടെ വരും. അതിൻ്റെ വെർട്ടിസസ് എന്ന് പറയുന്നത് 0a എന്നായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും വരുന്നത്? ദി ഇക്വേഷൻ ഓഫ് ദി ഫാമിലി ഓഫ് സർക്കിൾസ് അല്ലേ? ഇപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത് എന്തായിരിക്കും? എക്സ് മൈനസ് 0 ദ ഹോൾ സ്ക്വയർ അല്ലേ? നമ്മളുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇവിടെ 0a ആണ്. അപ്പോൾ അതെന്താ? എക്സ് മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് a ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇതിനെ നമ്മളൊന്ന് എഴുതുമ്പോൾ എക്സ് മൈനസ് 0 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് a ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് ഇതിനെ ഈ ബ്രാക്കറ്റ് ഒന്ന് അഴിക്കുമ്പോൾ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോർമാറ്റിലാണ്. അപ്പോൾ അത് വെച്ച് ഇതിനെ അഴിക്കുമ്പോൾ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പം ഇവിടെ എന്ത് വരും? വൈ സ്ക്വയർ മൈനസ് 2ay പ്ലസ്
എ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് വരും. ഈ എ സ്ക്വയറും ഈ എ സ്ക്വയറും വെട്ടിപ്പോകും. പിന്നെ എന്തേ ഉള്ളൂ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2ay ഈക്വൽ ടു 0 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ഒരേ ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിനെ ഒരേ ഒരു വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഇപ്പോൾ എന്താ വരുന്നത്, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 2x ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 2y ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy/dx, 2y ഇൻറ്റു dy/dx. പിന്നെന്താ വരുന്നത്, മൈനസ് 2a എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy/dx. അപ്പോൾ മൈനസ് 2a ഇൻറ്റു dy/dx ഈക്വൽ ടു 0. അടുത്ത സ്റ്റെപ്പിൽ നമ്മളിത് ഈ മൈനസ് 2a ഇൻറ്റു dy/dxനെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ എന്ത് വരും, 2x പ്ലസ് 2y ഇൻറ്റു dy/dx ഈക്വൽ ടു, മൈനസ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് പ്ലസ് ആകും. അപ്പോൾ 2a ഇൻറ്റു dy/dx എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് 2aക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കണം. തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ നേരത്തെ നമുക്ക് 2a ഡയറക്റ്റ് അവിടെ കിട്ടി, പക്ഷേ ഈ കേസിൽ ഇതിൻ്റെ കൂടെ ഒരു dy/dx ഉണ്ട്. അപ്പോൾ 2aക്ക് മാത്രമായിട്ടൊരു വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഈ dy/dxനെ നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇത് നേരെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താ വരുന്നത്, 2x/dy/dx പ്ലസ് 2y ഇൻറ്റു dy/dx ബൈ dy/dx ഈക്വൽ ടു 2a എന്ന് വന്നു. ഓക്കെ, ഈ ഡിവിഷൻ, ഈ മെയിൻ ഡിവിഷൻ മാറ്റാനായിട്ട് എന്താ, താഴെ കിടക്കുന്ന സാധനത്തിൻ്റെ റെസിപ്രോക്കൽ ന്യൂമറേറ്ററുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതെന്തായിട്ട് മാറും, dy/dxൻ്റെ റെസിപ്രോക്കൽ എന്താ, dx/dy എന്ന് വരും അല്ലേ. അപ്പോൾ ഇത് dx/dy ഇൻറ്റു 2a പ്ലസ് 2y ഇൻറ്റു dy/dx ഇൻറ്റു dx/dy ഈക്വൽ ടു 2a എന്ന് വരും. ഓക്കെ അല്ലേ, അതായത് ഡിനോമിനേറ്ററിൽ വന്ന് ഈ രണ്ട് സാധനങ്ങളുടെയും റെസിപ്രോക്കൽ എടുത്ത് നമ്മളവിടെ മൾട്ടിപ്ലൈ ചെയ്തു. ഈ കേസിൽ ഈ ഡിവൈയും ഈ ഡിവൈയും പോവും, ഈ dxഉം പോവും. ബാക്കി എന്തുണ്ട്, dx/dy ഇൻറ്റു 2a പ്ലസ് 2y ഈക്വൽ ടു 2a എന്ന് കിട്ടി. അപ്പോൾ 2aക്ക് ഇവിടെ ഇപ്പോൾ വാല്യൂ ആയില്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് വല്ലതും കൊടുക്കാം. ഓക്കെ, ഇനി ഈ 2aക്ക് കിട്ടിയ ഈ വാല്യൂവിനെയാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ 2യുടെ സ്ഥാനത്തേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുക. അപ്പോൾ substitute the value of 2a in equation number 1. അപ്പോൾ 2 അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുത്തെഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2ay ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2ay ഈക്വൽ ടു 0. അപ്പോൾ ഈ 2യുടെ സ്ഥാനത്തേക്കാണ് കേട്ടോ ഈ വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്ത് വരും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2യുടെ സ്ഥാനത്തേക്ക് എന്താ, 2a ഇൻറ്റു dx/dy പ്ലസ് 2y, അതാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. 2a ഇൻറ്റു dx/dy പ്ലസ് 2y അല്ലേ, 2y ഈക്വൽ ടു, സോറി ഇവിടെ ഒരു വൈയും കൂടെ ഉണ്ട്, ഈക്വൽ ടു 0. ഓക്കെ അല്ലേ, ഇനി ബ്രാക്കറ്റും കൂടെ അടിച്ചാൽ നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2a ഇൻറ്റു dx/dy ഇൻറ്റു y എന്ന് പറയുന്നത് എന്ത് വരും, 2ay ഇൻറ്റു dx/dy പ്ലസ് 2y ഇൻറ്റു y എന്ന് പറയുന്നത് 2y സ്ക്വയർ ഈക്വൽ ടു 0. ഇനി മൈനസിന് ശേഷമുള്ള ഈ ബ്രാക്കറ്റും കൂടെ അടിക്കാം. അപ്പോൾ എന്താ വരുന്നത്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2ay ഇൻറ്റു dx/dy മൈനസ് 2y സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് വരും. അതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്കിവിടെ എന്താ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ അല്ലേ, ഓക്കെ. നമുക്കിവിടെ എവിടെയോ ഒരു പാളിച്ച പറ്റി. ഓക്കെ, നമ്മൾ ഇവിടെ എല്ലാം 2a ആട്ടോ ഇട്ട് കൊടുത്തത്. ഇവിടെ 2x ആയിരുന്നു, നമ്മളവിടെ എല്ലാം 2a ആണ് നമ്മൾ ഇട്ട് വെച്ചത്. ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ അവിടേക്ക് എന്താ വരുന്നത്, 2x ആയിരിക്കും കേട്ടോ വരുന്നത്. കാരണം നമ്മുടെ ആർബിട്രറി കോൺസ്റ്റൻറ്റ് നമ്മളവിടെ എലിമിനേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ആ കേസിൽ നമുക്ക് എന്താ, നമുക്ക് 2x ആയിരിക്കും ഈ കേസിലൊക്കെ വരുന്നത്. കേസിലൊക്കെ നമുക്ക് 2x ആണ് വരുന്നത്. അപ്പം ഇവിടെ എന്താ വരുന്നത്, ഇത് 2ay ആണ്. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താ, 2x ഇൻറ്റു dx/dy, ഇവിടെയും 2xy വരും, ഇവിടെയും 2xy വരും. ഓക്കെ അല്ലേ, അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് പറ്റി. അപ്പം നമ്മൾ ശ്രദ്ധിച്ചില്ല, ഇപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ടേക്ക് എഴുതിയപ്പോൾ അത് മാറിപ്പോയി. ഓക്കെ, സോറി. ഓക്കെ, അപ്പം ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ച് വെക്കേണ്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ്.
ഇത് നമുക്ക് ഈ 2 രീതിയിൽ നമുക്ക് ചിലപ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻ തരാതെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, അപ്പം നല്ല രീതിയിൽ തന്നെ ഇത് എഴുതി പഠിക്കുക. അപ്പോൾ ഇന്ന് ചെയ്ത 3 പ്രോബ്ലംസും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്